വാട്സപ്പിൽ ഈ ഒരു സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി നിങ്ങളുടെ സ്റ്റോറേജിന് പ്രശ്നം ഇന്നത്തോടെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. വാട്സപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ഇവിടെ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും 11.6 GB നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല നിലവിൽ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഈ മാനേജ് സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതായത് ഇവിടെ കാണാൻ സാധിക്കും നിലവിൽ ഓരോ ചാറ്റും അതുപോലെ തന്നെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ നിറച്ച് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. ഇവിടെയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ ഇവിടെ കാണാൻ സാധിക്കും 1.9 GB ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് എക്സാമ്പിളായിട്ട് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഈ ഒരു സെക്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ നേരെ അടിയിൽ അങ്ങനെ ഓരോ MB ഇങ്ങനെ കുറഞ്ഞ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതിനനുസരിച്ച് ഇങ്ങനെ മുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനാൽ ഈ ഗ്രൂപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒരുപാട് വെറുതെ ഹായും ഗുഡും ഒക്കെ അയച്ചതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലൈൻ കാണാൻ സാധിക്കും. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഫസ്റ്റത് നമുക്ക് ഈ ഒരു സമയത്ത് ഈ കുറച്ച് മണിക്കൂറുകളിലുള്ളിൽ വന്നതും അതുപോലെ തന്നെ മുമ്പുള്ളതും അതുപോലെ തന്നെ കുറച്ച് നല്ല ഫയലുകൾ, ഒരുപാട് നല്ല GB വലിയ ഫയലുകൾ ഉള്ളതും ഇവിടെ കാണാൻ സാധിക്കും. അതിനാൽ ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഓൾഡസ്റ്റ് എടുക്കുകയാണ്. കാരണം അത് കുറച്ച് മുമ്പ് വന്നതായിരിക്കും, നമ്മൾ ആവശ്യം കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ ഒരുപാട് നമ്മൾ കണ്ട് കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇതാരും ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരുപാട് സ്റ്റോറേജ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ അത്രയും അത്രയും GB നമുക്ക് ലാഭമാകുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ലാർജ് ഒന്നും നോക്കേണ്ട ആവശ്യം, ഈ 3 ലൈനിൽ വന്നിട്ട് ഇവിടെ ഈ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ഓൾ കൊടുത്തിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ചാറ്റും എല്ലാം ഇവിടെ ലഭ്യമായിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നേരെ ബാക്കോട്ട് വരിക. അങ്ങനെ അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭ്യമാകും. അതിനാൽ ഇനി ബാക്ക് വന്നതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ HD ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഓരോ ഫയലുകൾ, ഓരോ വീഡിയോസും ഫോട്ടോസിൻ്റെയും HD ക്വാളിറ്റിയിൽ നിന്നും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് 1 GB ഉള്ള ഒരു വീഡിയോസ് ആണെങ്കിൽ നേരെ മറിച്ച് അത് 600-500 MB ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യണം. ഇതുകൊണ്ട് നെറ്റ്വർക്കും നിങ്ങൾക്ക് ഒരുപാട് ലാഭകരമാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് താഴോട്ടേക്ക് വന്നാൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫോട്ടോസ് ആയിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ചില 90% ആളുകളുടെ മൊബൈൽ ഫോൺ ഇത് ഫുള്ള് ടിക്കായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എല്ലാം അൺടിക്ക് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഗ്രൂപ്പിലുള്ള ആൾ തന്നെ മറ്റേ ഗ്രൂപ്പിലും ഒരേ ഫോട്ടോസ് ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകും. ആയതിനാൽ നിങ്ങൾ കണ്ട ഫോട്ടോസ് തന്നെ ആയിരിക്കും മറ്റേ ഗ്രൂപ്പിലും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്നത്. അപ്പോൾ 1 GB ഫോട്ടോസ് ആണെങ്കിൽ ഒരു GB വീഡിയോസ് ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പിലും അതേ ആൾ ഇടുന്ന ആ ഒരു GB വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ 1 GB വെറുതെ പോവുകയാണ്. ആയതിനാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു വീഡിയോസ് അവിടെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ തൊട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ വൈഫൈയും ഇതുപോലെ ചെയ്തു വെച്ചാൽ ഗുണമായിരിക്കും. കാരണം കൂടുതൽ ആൾക്കാരും വൈഫൈയും ഡാറ്റയും ഈ രണ്ടും മിക്സഡ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാകും. ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ മുഖേന നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ലാഭകരമാക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരുക്കും ബൈ.